ഗൈസ്, ഇന്ന് ഞാനൊരു ഫുഡ് വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ പുതിയൊരു ടോപ്പിക് പറയുന്നത് നമ്മൾ അവിടെ എത്തും. എങ്ങനെ പോണ്ടേ നീ നോക്കി വെച്ചോ. നമ്മള് മലയാളി ഹോട്ടല് തേടി പോവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. എൻ്റെ 2 കണ്ണുകൾ ഇപ്പോഴേ പഴംപൊരിയിലാണ് ഉള്ളത്. അതുണ്ടാവില്ല തോന്നുന്നു, സമയം തീരുന്നൊക്കെ. നമുക്ക് നോക്കാം. ഇതുവരെ ഞാൻ എയിംസിന് അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ എയിംസിന്റെ അടുത്താണ് 2 മലയാളീസിന്റെ ഹോട്ടൽ ഉണ്ടെന്നാ കേട്ടത്. നമുക്ക് വിളിച്ചാലൊന്നും വരൂല. പറയുന്ന കേട്ടോ. ആയിക്കോട്ടെ. ഞാൻ ഇവരെ ഒരു പ്രാവശ്യം വിളിച്ചപ്പോ ഞാൻ പോയില്ല. എപ്പോഴും യൂട്യൂബ് തുടങ്ങിയ ശേഷം പരിപാടിയെല്ലാം മിസ്സാക്കാതെ വരും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ. അത്രേ സ്നേഹാണ് നിങ്ങളോട്. ബെസ്റ്റാണ് അവളെ യൂട്യൂബില്. അതാണ്. അപ്പൊ നമുക്ക് അതെന്താടി കൺകളിൽ വിരിഞ്ഞു പുതിയ പൊൻകണി മൂകരാവിൻ വിരൽ പാത തന്നിൽ ഈ കൺകോണിലാണ് എൻ്റെ ലോകം അതിലെ സഞ്ചാരമായി. നമ്മള് ജയദേവ് വിഹാറിൽ വന്നു. ഇനി അവിടുന്ന് എയിംസിലേക്ക് പോവാണ്. കണ്ടോ, ഇവിടുന്ന് ചുറ്റുള്ള എല്ലാരും എന്നെ നോക്കുവന്ന അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല. ഇപ്പം ബസ്സിന് 3 മിനിറ്റിൽ നിന്നാ കാണിക്കുന്നത്. ലൈറ്റ് പോയി. അപ്പൊ 3 മിനിറ്റ് എന്നാ കാണിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്കിനി നേരെ എയിംസ് വെച്ച് പിടിക്കാം. നമ്മളിവിടെ വന്നപ്പോൾ ബസ് വരാൻ ഇനിയും 1/2 മണിക്കൂറുണ്ട് ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഊബർ എടുക്കാമെന്ന് വിചാരിച്ചു. ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഊബറിൽ നമുക്ക് പോവാം. അവിടെ എത്തുമ്പോഴേക്ക് ക്യാൻസൽ ചെയ്തോ? അപ്പോൾ പഴംപൊരിയിലാണ് കണ്ണ് എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ഇപ്പൊ തന്നെ പഴംപൊരി തീർന്നതും പഴംപൊരി ഇല്ലാന്നൊക്കെ ഉള്ള വിവരങ്ങളൊക്കെ കിട്ടി തുടങ്ങി. കുറച്ച് സങ്കടമുണ്ട്, പക്ഷെ കുഴപ്പമില്ല. പോയി നോക്കാം. എല്ലാ കോമാളിത്തരത്തിന് എന്നെ മാത്രമേ അവർക്ക് കിട്ടാറുള്ളൂ. ചായ വേണോ? സങ്കടായി ഗൈസ്. പഴംപൊരിയില്ല. അതിനായിരുന്നു വന്നെന്നാലും ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താ ചെയ്യാ, സാരില്ല. പൊറോട്ട വന്നിട്ടുണ്ട്. നമുക്ക് പൊറോട്ട കഴിക്കാം. ആദ്യം തന്നെ ഒരു സ്റ്റാർട്ടർ പോലെ ചിക്കൻ കട്ട്ലേറ്റ് അങ്ങ് വാങ്ങിയിട്ടാ. എനിക്ക് നാട്ടിലെ ഫുഡെല്ലാം ഒത്തിരി ഇഷ്ടമായിരുന്നു എന്ന് റിയലൈസ് ചെയ്തത് ഭുവനേശ്വറിൽ എത്തിയപ്പിന്നെയാണ്. ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ചപ്പിന്നെയാണ് നാട്ടിലെ ഫുഡ് എത്ര ടേസ്റ്റ് ഉള്ളതാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതല്ലേ. അപ്പോൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെ എയിംസിൻ്റെ അടുത്തുള്ള മലയാളി ഹോട്ടലിൽ പോകണം. ഇവരാണെങ്കിൽ അൽഫാമും പൊറോട്ടയും, ഞാൻ പൊറോട്ടയും മുട്ടക്കറിയും പറഞ്ഞിട്ടുണ്ട്. മുട്ടക്കറി വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം ലേറ്റായി. ആ സമയം തന്നെ ഒരു ഹാഫ് പൊറോട്ട ഞാൻ കറി ഇല്ലാണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറയാലോ, നമ്മൾ ഇത് കുറേ നാളുകൾക്ക് മുമ്പ് പോയതായിട്ടോ. പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഒന്ന് എഡിറ്റ് ചെയ്യുന്നത്. അതായത് ഒരു 4-5 മാസങ്ങൾക്ക് ശേഷം ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് ശരിക്കും കൊതിയാവുക. ഒരു പൊറോട്ട ഒക്കെ കഴിക്കാൻ തോന്നും. ആ സാറ്റിൽ നാട്ടിലെത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിക്കാല്ലേ. ഡിസപ്പോയിന്റ്മെന്റ് ആണല്ലോ എന്റെ മുഖത്ത്. നമ്മള് തിരിച്ചെത്തി. അപ്പൊ വീട് ഇത്രേ ഉള്ളൂ.
ബൈ ബൈ പറ ബൈ എന്താ എന്താ ബൈ ബൈ